ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയിക്കുന്നവർ മാത്രമല്ല വീരന്മാർ, വിട്ടുകൊടുക്കുന്നവനും വീരനാണ്. ധീരതയില്ലാതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നെഞ്ചി വിരിച്ച് വാളിനും തോക്കിനും മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നത് ഭീരുവായതുകൊണ്ടല്ല, മറിച്ച് ധീരനും വീരനുമായതുകൊണ്ടാണ്. ഈ ലോകത്തിലെല്ലാം നേടിയവരെയല്ല ലോകം മഹാനെന്ന് വിളിക്കുന്നത്, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുവാൻ തീരുമാനിച്ചവരെയാണ്. സ്ഥാനമാനങ്ങൾ കൈവിടിഞ്ഞ് സൗമ്യതയോടെ, സമാധാനത്തോടെ, കുലീനതയോടെ പടിയിറങ്ങിപ്പോകാൻ കഴിയുമോ? പൂർത്തിയാക്കി വലിയ കാര്യങ്ങളുടെ പ്രതിഫലം ഈ ലോകത്തിൽ അന്വേഷിക്കാതെ പിൻവാങ്ങാൻ കഴിയുമോ? മത്സരക്കളത്തിൽ വിജയം ഉറപ്പിച്ചിട്ടും മത്സരിക്കാതെ പരാജയം സ്വീകരിക്കുവാൻ സാധിക്കുമോ? പിൻഗാമിയെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മറഞ്ഞിരിക്കുവാൻ സാധിക്കുമോ? യേശുവിന് വഴിയൊരുക്കി ദൈവം തീരുമാനിച്ച നേരത്ത് വഴിമാറിക്കൊടുത്ത സ്നാപക യോഹന്നാൻ സ്വന്തം ജീവിതം മുമ്പിൽ വെച്ച് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നേരത്ത് ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങളെ, ദൗത്യങ്ങളെ കൃത്യമായി പൂർത്തിയാക്കി ധീരതയോടെ പടിയിറങ്ങിപ്പോയ ആ മനുഷ്യന് കൊടുത്തതിലും വലിയ ആദരവും ബഹുമാനവും വാഴ്ത്തലുമൊന്നും ക്രിസ്തു ആർക്കും കൊടുക്കുന്നില്ല. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ദൈവികമായ സത്യവും നീതിയും മൂല്യങ്ങളും ധാർമ്മികതയും വിശ്വാസവും പ്രഖ്യാപിച്ചുകൊണ്ട് അവയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി വെറും 31 വയസ്സിനുള്ളിൽ ജീവൻ ഹോമിച്ച രക്തസാക്ഷിയാണ് സ്നാപക യോഹന്നാൻ. സഹനങ്ങളെ സമചിത്തതയോടെ, സന്മനസ്സോടെ, സന്തോഷത്തോടെ സ്വീകരിച്ച് രക്ഷയുടെ അടയാളമായി, നിത്യജീവൻ്റെ അവകാശമായി സ്വന്തമാക്കുന്നത് ഏറ്റവും വലിയ ക്രിസ്തീയ പുണ്യമാണ്. എന്നാൽ വീരോചിതമായ സഹനത്തിനാണ് ദൈവം അതിലും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്, മൂല്യം കൊടുക്കുന്നത്. അതാണ് ത്യാഗം. സ്നാപക യോഹന്നാൻ ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാണ്. ഇങ്ങനെ ഉന്നതമായ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചവർ വേദപുസ്തകത്തിൽ നിരവധിയുണ്ട്. അവർ അവശേഷിപ്പിച്ച തിരുശേഷിപ്പുകളെ വണങ്ങുവാൻ നമ്മോടെന്നും തിരുസഭ ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസ ജീവിത പാരമ്പര്യം ഇവരെയാണ്. ഈ ശിരസ്സുയർത്തി നിൽക്കുന്ന ഇവരെയാണ് മാതൃകയാക്കേണ്ടത്. ഈ ലോക ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളതെല്ലാം എന്നെങ്കിലും ഒരിക്കൽ നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടുത്തി കളയുകയോ ചെയ്യേണ്ടവയാണ് എന്ന സത്യം നേരത്തെ അല്ലെങ്കിൽ നേരത്ത് തിരിച്ചറിയുവാൻ ഈ വിരോചിത പുണ്യചരിതർ നമ്മെ എപ്പോഴും സഹായിക്കുന്നു. ദൈവത്തിൻ്റെ തീരുമാനം നേരത്ത് അന്വേഷിച്ച് അത് പൂർത്തിയാക്കുവാൻ അവർ നമുക്ക് ശക്തി നൽകുന്നു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഉന്നതരായ തലയെടുപ്പുള്ളവരെല്ലാം ഇങ്ങനെയുള്ള സ്വഭാവ രീതിയുള്ളവരായിരുന്നു. വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്തിൻ്റെ അടുത്തുവരെ ഇസ്രായേൽക്കാരെ എത്തിച്ച് സംതൃപ്തിയോടെ തൻ്റെ പിൻഗാമിയായ ജോഷുവയെ എല്ലാം ഫലമേൽപ്പിച്ച് അദ്ദേഹം തൻ്റെ ജനത്തെ നയിക്കുന്നത് സ്വപ്നം കണ്ട മോശ ജെറുസലേം ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. എന്നാൽ അത് പൂർത്തീകരിക്കുവാനുള്ള നിയോഗം തൻ്റെ മകനായ സൊളമനാണ് ദൈവം നൽകിയത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആ ഹിതം മനസ്സിലാക്കി സന്തോഷപൂർവ്വം വഴിമാറിക്കൊടുത്ത ദാവീദ് തൻ്റെ ശക്തിയിൽ ഇരട്ടി പങ്ക് നൽകുന്നതിൻ്റെ പ്രതീകമായി തൻ്റെ മേലങ്കി ശിഷ്യനായ എലീശായെ ധരിപ്പിച്ച് അനുഗ്രഹിച്ച് മറഞ്ഞുപോയ ഏലിയ പ്രവാചകൻ മകനെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ മകന്മേലുള്ള എല്ലാ അവകാശവും ഉപേക്ഷിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനെ വളർത്തി വലുതാക്കിയ മേരിയും ജോസഫും തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യാതെ ശാന്തനായി കടന്നുപോയ യേശു, രാജാവാക്കുവാൻ തിരക്കുകൂട്ടിയവർക്കിടയിലൂടെ മറഞ്ഞുപോയ യേശു, കുരിശിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വെല്ലുവിളി സ്വീകരിക്കുവാൻ സാധിക്കുമായിരുന്നിട്ടും പരാജയത്തിൻ്റെ മരണം ഏറ്റുവാങ്ങിയ യേശു, മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ ഒരാൾക്ക് നേടാൻ സാധ്യമായ കാര്യങ്ങളാണ്. ബഹുമതി, അംഗീകാരം, ആദരവ്, ബഹുമാനം, പ്രശസ്തി, സ്വത്ത്, പണം, അധികാരം എന്നിങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടങ്ങളുടെ പ്രതീകങ്ങളാണ് ആ പരീക്ഷണങ്ങൾ. എനിക്ക് നേട്ടമായിരുന്ന ഇവയെല്ലാം കർത്താവായ യേശുവിനെ പ്രതി ഞാൻ നഷ്ടമാക്കി എന്ന് പൗലോസ്ലീഹ പിന്നീട് പറയുന്നു. അതെല്ലാം ഉച്ഛിഷ്ടം പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടമുള്ളതുമായ എല്ലാ സാധ്യതകളോടും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ എവിടെയാണ് ഇരിപ്പിടം അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറി കൊടുക്കുന്നവർക്കാണ് അംഗീകാരവും ആദരവും ബഹുമാനവും സ്നേഹവും ലഭിക്കുന്നത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. തിരുസഭയുടെ ആധുനിക ചരിത്രം മാറ്റി എഴുതിയത്
മഹാനായ ബെനഡിക്റ്റ് മാർപ്പാപ്പയാണ് കൃത്യസമയത്ത് തൻ്റെ പിൻഗാമിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും നൽകി ഒരു ചെറിയ ആശ്രമത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് അദ്ദേഹം നിശബ്ദമായി പ്രാർത്ഥനയോടെ രഹസ്യമായി കഴിഞ്ഞുകൂടി കടന്നുപോയി. ക്രൈസ്തവ ആത്മീയതയുടെ രണ്ട് അതിരുകളാണ് സഹനവും ത്യാഗവും, സഫറിങ് ആൻഡ് സാക്രിഫൈസ്. എന്നാൽ സഫറിങ്ങിനേക്കാൾ സാക്രിഫൈസിനാണ് കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്വയം ഏറ്റെടുക്കുന്ന ബലിയാണത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിൽ എത്തിച്ചേരുന്ന മഹാത്യാഗമാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അതാണ് നിത്യവും അനുഭവിക്കുന്നത്, അനുസ്മരിക്കുന്നത്. നിർമ്മമതയോടെ കുലീനമായി സംതൃപ്തിയോടെ തൻ്റെ ശിഷ്യരെ പോലും യേശുവിൻ്റെ അടുത്തേക്ക് അയച്ച് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് പറഞ്ഞ് ഒന്നും നേടാതെ ഒന്നും ഉപയോഗിക്കാതെ കടന്നുപോയ ഏറ്റവും ശക്തനായ പ്രവാചക ശബ്ദമാണ് സ്നാപക യോഹന്നാൻ. കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന് കുറേ അണലി സന്തതികളുടെ ജനിതക പരമ്പരകളായ വൃക്ഷങ്ങൾക്ക് ദൈവം കോടാലി വച്ചിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയവൻ, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ആഹ്വാനം ചെയ്തവൻ, ജലം കൊണ്ട് സ്നാനം നൽകി അഗ്നി കൊണ്ട് സ്നാനം നൽകുന്നവന് വഴിമാറിക്കൊടുത്ത് തിടുക്കത്തിൽ കടന്നുപോയവൻ, ഭരണകൂട അധികാര ദുർവിനിയോഗത്തിനും സ്വജനപക്ഷപാതത്തിനും ഫാസിസ്റ്റ് ചിന്താധാരകൾക്കും വർഗീയ മനോഭാവങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ പ്രതികരിക്കുവാൻ ഉള്ള ധൈര്യമില്ലാതെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് സ്നാപക യോഹന്നാൻ. എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലെത്തിയിട്ടും ഉണർന്നെഴുന്നേൽക്കുവാനാവാത്ത വിധത്തിൽ ഉറങ്ങിപ്പോയവർക്കുള്ള അവസാന ശബ്ദമാണ് സ്നാപക യോഹന്നാൻ. ഇനിയും ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാതെ നിസ്സംഗതയോടെ നിർവികാരതയോടെ നിലകൊള്ളുന്നവർക്കുള്ള വെല്ലുവിളിയാണ് സ്നാപക യോഹന്നാൻ. അധികാരവും സ്വാധീനവും ഭരണവും നിലനിർത്തുവാൻ വേണ്ടി, വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കുവാൻ വേണ്ടി എന്ത് കള്ളവും പ്രചരിപ്പിക്കുവാനും ആരെയും പ്രീണിപ്പിക്കുവാനും ശ്രമിക്കുന്ന അധികാര ശക്തികൾക്കെതിരെ നിലകൊള്ളാത്തവരെ ഉണർത്തി ചിന്തിപ്പിക്കുകയാണ് സ്നാപക യോഹന്നാൻ. എത്ര കിട്ടിയിട്ടും മതിയാകാത്തവർക്ക് വയസ്സുകാലത്തും അധികാരത്തിൻ്റെ അപ്പകഷണത്തിന് വേണ്ടി ഇതുവരെ കൊണ്ടു നടന്ന എല്ലാ മൂല്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അന്യർക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കുന്നവർക്കും ഈ സ്നാപക യോഹന്നാൻ വലിയ ചോദ്യചിഹ്നമാണ്. സഭാസമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഐക്യവും ഒരുമയും നിലനിർത്തുവാൻ വേണ്ടി ത്യാഗം ചെയ്യാൻ വിട്ടുകൊടുക്കുവാൻ മനസ്സാകാത്തവർക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഈ പ്രവാചക ശബ്ദം. എന്ത് നേട്ടമുണ്ടായാലും ലാഭമുണ്ടായാലും അധികാരം കിട്ടിയാലും സ്ഥാനം കിട്ടിയാലും ദൈവത്തെ മറന്നുകൊണ്ട് യാതൊന്നും നേടില്ല എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് സ്നാപക യോഹന്നാൻ. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എത്രയോ വലിയ ആരോപണങ്ങളാണ് യേശുവിനെതിരെ പോലും നിയമജ്ഞരും ഫരിസേയരും പുരോഹിതരും ഉന്നയിച്ചത്. എന്നാൽ ഈ യോഹന്നാനെതിരെ ഒരു ആരോപണം ഉന്നയിക്കും ആർക്കും ഒരിക്കലും കഴിയുന്നില്ല. ഒരു പ്രവാചകനായി എല്ലാവരും, രാജാവ് വരെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അവർ കാതോർത്തിരുന്നു. അധികാരവർഗത്തിൻ്റെ അധാർമികതയ്ക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് മൗനം പാലിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകത്ത് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുമായിരുന്നു. ഈ ലോകത്തിലെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ വലിയ ലക്ഷ്യം മറക്കുവാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. യേശുവിന് വഴിമാറി കൊടുക്കുവാനും വഴിയൊരുക്കുവാനും കൃത്യസമയത്ത് തൻ്റെ ജീവിതം സമർപ്പിക്കുവാനും താൻ അയക്കപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് മനസ്സിലാക്കി ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. വഴി മാറിക്കൊടുക്കുന്നവൻ്റെ ലക്ഷണങ്ങളും മനോഭാവങ്ങളും സമീപനങ്ങളും എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സ്നാപക യോഹന്നാനാണ്. ഒന്ന്, പിന്നാലെ വരുന്നവനെക്കുറിച്ച് പ്രകടിപ്പിക്കുന്ന വിശ്വാസം, ആദരവ്, അഭിമാനം എന്നിവയാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല, എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് എന്നിലൂടെ എല്ലാം നടക്കണം, എനിക്ക് ശേഷം പ്രളയം എന്ന ചിന്തയൊന്നും അദ്ദേഹത്തിനില്ല, എന്നേക്കാൾ എല്ലാം നന്നായി ചെയ്യുന്നവനാണ് പിൻഗാമി എന്നറിയുക, അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ച് സമാധാനപൂർവ്വം പിൻവാങ്ങുക. രണ്ടാമത്, എപ്പോഴാണ് ഈ വഴിമാറി കൊടുക്കേണ്ടത് എന്ന് ആ സമയം തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായ സമയം.
സ്നാപകയോഹന്നാൻ പറയുന്നത് പോലെ ഉന്നതത്തിൽ നിന്നും നൽകപ്പെടാതെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ല. ദൈവം തീരുമാനിക്കുന്ന കൃത്യസമയത്ത് എല്ലാം വിട്ടുകൊടുക്കുവാനും വിട്ടുകളയുവാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ പുണ്യ പരിപൂർണത. യേശു ഇത് പിന്നീട് കൃത്യമായി പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലൂടെ, ധനികനായ ഭോഷൻ്റെ കഥയിലൂടെ, നല്ല സമറിയക്കാരൻ്റെ കഥയിലൂടെ തൻ്റെ അടുത്ത് വന്ന ധനികനായ യുവാവിനോട് യേശു പറയുന്നതും ഇത് തന്നെയാണ്. സക്കേവുസിൻ്റെ മനസാന്തരത്തിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ്. വിശുദ്ധ ചാവറേച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവ തിരുമനസ് നടത്തിക്കും. മൂന്നാമത്, വഴിമാറിക്കൊടുക്കുന്നവൻ്റെ ഉള്ളിൽ അപാരമായ തൃപ്തിയായിരിക്കും, സമാധാനമുണ്ടായിരിക്കും, ഇത്രയൊക്കെ മതി എന്ന ചിന്തയുണ്ടായിരിക്കും. വൃദ്ധനായ ശമയൻ പ്രാർത്ഥിച്ചതുപോലെ എന്നെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് സ്നാപകയോഹന്നാൻ പറയുന്നത് ഈ മനോഭാവത്തിലാണ്. ഇതുവരെ ലഭിച്ചതല്ല എനിക്ക് അർഹതയുള്ളതിലും അധികമാണ്, അതിൽ ഞാൻ തൃപ്തനാണ്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചതും ഞാൻ നേടിയതുമെല്ലാം എൻ്റെ പിൻഗാമികൾക്ക് നൽകി സന്തോഷപൂർവ്വവും സമാധാനപൂർവ്വം എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുവാൻ ഞാൻ നേരത്തെ ഒരുങ്ങുകയാണ്.